ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നു ചെമ്മീൻ ചമ്മന്തി. നല്ല ഉണക്ക ചെമ്മീനൊക്കെ ഇട്ട് ഒരു സൂപ്പർ ഒരു ചമ്മന്തി. വൈകിട്ട് കഞ്ഞിയുടെ കൂടെ ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു സൈഡ് ഡിഷാണ്. നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ 250 ഗ്രാം ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളക് ഒരു 3 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഇച്ചിരി ഏറെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 7-8 ചെറിയുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്തു വെച്ചിട്ടുണ്ട്, കുരുവൊക്കെ കളഞ്ഞ വാളംപുളി. അതുപോലെ തന്നെ അരമുറി തേങ്ങ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പ്, കാശ്മീരി മുളക് പൊടി. നമുക്ക് തുടങ്ങിയാലോ? വറ്റൽമുളക് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം. എണ്ണ ഒഴിക്കാതെ നമ്മളൊന്ന് വറുത്തെടുക്കണം. മുളക് നല്ലതായിട്ടൊന്ന് വറ്റൽമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെമ്മീനും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചെമ്മീൻ എണ്ണയൊന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം. ചെമ്മീൻ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ ചെമ്മീൻ വറുത്ത് അതേ പാനിലോട്ട് തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നു. ഇഞ്ചി ഇടുന്നു, ഇഞ്ചി ഏറെ കറിവേപ്പില ഇടുന്നു. ചെറിയുള്ളി അരിഞ്ഞു വെച്ചിരിക്കും, ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നു. വാളംപുളി ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കും. ഇനി ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഈ വറ്റൽമുളകും ചെമ്മീനോട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തേങ്ങ ഏകദേശം ആ തേങ്ങയുടെ വെള്ളമയമൊക്കെ അങ്ങ് മാറി അങ്ങ് ഡ്രൈ ആകാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തേങ്ങയിലോട്ട് കാശ്മീരി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ആ മസാല ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീനിൽ, ഉണക്ക ചെമ്മീൻ, അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുകയുള്ളൂ, അരക്കുകയില്ല നമ്മൾ. തേങ്ങ ഇച്ചിരൂടെ ഗോൾഡൻ ബ്രൗൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസങ്ങളേറെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ചമ്മന്തിപ്പൊടി. ഇത് 2-3 ദിവസമൊക്കെ ഈ ചമ്മന്തിപ്പൊടി കേടാകാതിരിക്കും. ഒരു റൗണ്ട് നമുക്കൊന്ന് പൾസ് ചെയ്തെടുക്കാം. ചമ്മന്തിപ്പൊടി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ചെമ്മീൻ ചമ്മന്തി. ചെമ്മീൻ ചമ്മന്തി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് സാധനം എന്നുള്ള കാര്യം. ചെമ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ചെമ്മീൻ എൻ്റെ കിട്ടിയാലും ഞാൻ കഴിക്കും. അയ്യോ, നല്ല എരിവും ചെമ്മീൻ്റെ എടുത്തറിയാവുന്ന ടേസ്റ്റും ഒക്കെ ഉണ്ട്. വൈകുന്നേരം കഞ്ഞിയുടെ കൂടെയാണ് ഇത് കഴിക്കാനുണ്ടല്ലോ, വേറെ ഒന്നും വേണ്ട കഞ്ഞിയുടെ കൂടെ. സാന്ദ്ര പറഞ്ഞ പോലെ കഞ്ഞിക്കും പഴയ കഞ്ഞിക്കും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഉണക്ക ചെമ്മീൻ ചമ്മന്തി. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.